സ്പോട്ട്ലൈറ്റ് തുടരുകയാണ്. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കർഷകരുടെ വൻ പ്രതിഷേധം. ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച കർഷകർ ചത്ത മീനുകൾ ഓഫീസ് പരിസരത്തേക്ക് വലിച്ചെറിഞ്ഞു. കോൺഗ്രസും AYF പ്രവർത്തകരും കർഷകർക്ക് പിന്തുണയുമായി സമരരംഗത്തുണ്ടായിരുന്നു. നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. അല്ലേ, ഇവിടെ സൂചിപ്പിച്ചില്ല, കഴിഞ്ഞ ചൊവ്വാഴ്ച 3 മണി മുതലാണ് ഈ രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുകി മത്സ്യക്കുരുതി ഉണ്ടായത്. ഇത്രയും ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടും ഈ പ്രദേശത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മന്ത്രിയുടെ ഇടപെടൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ മന്ത്രിയെ നേരിട്ട് വിളിച്ചതാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം അദ്ദേഹത്തെ നേരിട്ട് ബോധ്യപ്പെടുത്തിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് പത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഗുരുതരമായ ആരോപണത്തിന് വിധേയമായ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ തന്നെയാണ് ഇതിന്റെ അന്വേഷണത്തിന് ചുമതലയേൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ മന്ത്രി ഈ കാര്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായ സ്വത്തിന് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി ഉണ്ടാകണം. മന്ത്രിയുടെ റിപ്പോർട്ട് ഈ ഷട്ടർ തുറന്നു വിട്ടപ്പോൾ ഒരു വെള്ളത്തിന്റെ കൂടെ നല്ല വെള്ളം ചേർന്നപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയെന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ 10,000-കണക്കിന് മത്സ്യക്കുരുതിയാണ് നടന്നിട്ടുള്ളത്. പാവപ്പെട്ട മത്സ്യ കർഷകർ അവരുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുന്ന രീതിയിൽ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമാണ് ഇന്നലെ നേരിട്ട് പോയി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടി മന്ത്രി ഇടപെട്ട് നടത്തണമെന്നുള്ളതാണ് നമ്മുടെ 5 തീരുമാനങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഫോണിലൂടെ കൂടിയാലോചിച്ച് MLAയും ചീഫ് എൻവയോൺമെന്റൽ ഓഫീസറുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുത്ത് ഇന്ന് അത് രേഖയായി ഞങ്ങൾക്കത് മിനിറ്റ്സായി നൽകിയിരിക്കുന്നത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന്, ഈ മത്സ്യക്കുരുതി മൂലം നാശനഷ്ടം സംഭവിച്ച ഈ മത്സ്യകർഷകർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം 7 ദിവസക്കാലം കൊണ്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് അവർക്ക് ആ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്വീകരിക്കും. രണ്ടാമത്തേത്, ഉൾനാടൻ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന നിരവധി ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 6 മാസക്കാലത്തേക്ക് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ വെള്ളത്തിൽ മത്സ്യം ശേഖരിക്കാനോ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്താനോ അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ അവർക്ക് റേഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര ധനസഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആ റിപ്പോർട്ട് കൂടി സർക്കാരിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ ചത്ത മത്സ്യങ്ങൾ, ഒന്ന് ദുർഗന്ധം, വലിയ ദുർഗന്ധമാണ്, ആ വെള്ളം പൊല്യൂട്ടഡ് ആണ്, അത് ശേഖരിക്കാനും അത് ശാസ്ത്രീയമായി സംസ്കരിക്കാനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുമായി ചേർന്ന് അതിന്റെ പണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുക്കും. അതുപോലെ ഔദ്യോഗിക ജോലിയിൽ അനാസ്ഥ കാണിച്ച കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായി മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടി. ഇവിടെ 20 ഉദ്യോഗസ്ഥന്മാരുണ്ട്. മിനിഞ്ഞാന്ന് 3 മണിക്ക് ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ഈ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ വരുന്നതും ഈ മത്സ്യങ്ങൾ ശേഖരിക്കുന്നതും വെള്ളം ശേഖരിക്കുന്നതും. അപ്പോൾ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് പോകാതെ ഇരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ ഉറപ്പിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരു കമ്പനികൾക്കെതിരായും ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കമ്പനികൾക്കെതിരല്ല, പക്ഷേ ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ കമ്പനികൾ തേടേണ്ടതാണ്. മന്ത്രി ആരോടൊപ്പമാണെന്ന് പറഞ്ഞാൽ മതി. മന്ത്രി വ്യവസായികളോടൊപ്പമാണ്, മന്ത്രി ജനങ്ങളോടൊപ്പമാണെന്ന് പറയട്ടെ. അതല്ലേ മന്ത്രി ചെയ്യേണ്ടത്. മന്ത്രി തിരിഞ്ഞു നോക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്, കളക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നല്ലോ പറയേണ്ടത്. മന്ത്രിയെ ജനങ്ങൾ അതിനല്ലല്ലോ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത് മന്ത്രിയെ ജയിപ്പിച്ചത് അത് പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ. മന്ത്രി ജനങ്ങളോടൊപ്പമാണ്, മന്ത്രി വ്യവസായികളോടൊപ്പമാണ്. അത് മാത്രം മന്ത്രി പറഞ്ഞാൽ മതി. ആ മറുപടിയാണ് ജനങ്ങൾക്ക് കേൾക്കേണ്ടത്. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കർഷകർ വലിയ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഈ ചത്തുപൊങ്ങിയ മീനുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിന് മുന്നിലെത്തി ഓഫീസ് കോമ്പൗണ്ടിലേക്ക് തന്നെ വലിച്ചെറിയുന്ന കാഴ്ച നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടു. കോൺഗ്രസ് നേതൃത്വം അവിടെ സമരത്തിന് പിന്തുണയുമായി എത്തുകയും ചെയ്തിരുന്നു. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, വലിയൊരു പ്രതിഷേധത്തിനാണ് വേദിയായതെന്ന് തോന്നുന്നു. അതിൽ എന്താണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു വിശദീകരണം? ഇത്തരത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ കഴിയുന്നത്, അത് ഈ ഓരോ വെള്ളം ശുദ്ധജലത്തിൽ കലർന്ന് ഓക്സിജന്റെ അളവ് കുറഞ്ഞു എന്നൊക്കെ പറയുന്നത്, അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ആ ജനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഒരു നിലപാട്, വിശദീകരണം അത് തന്നെയാണോ? എൽദോ, ഇതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് അവരുടെ ചില ഒരു വിശദീകരണമായിട്ട് പ്രാഥമികമായിട്ട് അവർ പറയുന്ന ഒരു ഔദ്യോഗികമായൊരു വിശദീകരണത്തിലേക്കടക്കം പോയിട്ടില്ല. എങ്കിലും പ്രാഥമികമായി അവർ പറയുന്നൊരു കാര്യം, ഒരു കമ്പനി അലൈൻ മറൈൻ പ്രൊഡക്റ്റ് എന്ന കമ്പനി രാസമാലിന്യം
ഒഴുക്കിയതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നവർ പറയുന്നു. പക്ഷെ അത് ഇത്രയും വലിയൊരു മത്സ്യക്കുരുതിക്ക് കാരണമായോ എന്ന് അവർക്കറിയില്ല. അത് പരിശോധിക്കണം. അവർ മാത്രമാണോ ആ സമയത്ത് ഈ രാസമാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കിയതെന്നത് സംബന്ധിച്ചും സ്ഥിരീകരണമില്ല. അപ്പോൾ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ സംബന്ധിച്ചും ഇതുവരെയും PCBക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ്. അവരുടെ ഇത് സംബന്ധിയായ പല പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഒരു ഫലങ്ങൾ അവർ കാത്തിരിക്കുകയാണ്. അതിനനുസരിച്ച് മാത്രമായിരിക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു തീരുമാനവും നടപടിയും എല്ലാം വരിക. നടപടികൾ ശുപാർശ എന്ന രീതിയിലായിരിക്കും വരിക. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് അവർ ഇനിയും സമയമെടുക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. നിലവിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു മത്സ്യക്കുരുതിക്ക് കാരണം PCBയുടെ ഒരു തികഞ്ഞ അനാസ്ഥയാണെന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം ഈ മഴക്കാലത്ത് ഈ രീതിയിലുള്ള രാസമാലിന്യം ഒഴുക്കാൻ സാധ്യതയുണ്ട് എന്നത് സംബന്ധിച്ച് ആ മേഖലയിലെ പരിസ്ഥിതി പ്രവർത്തകർ നിരവധി പേർ ഇവർക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഈ മഴ കനക്കുന്നു എന്നത് കണ്ടതോടെയാണ് ആ സമയത്തായിരിക്കും കൂടുതലും കാലാകാലങ്ങളിലായി അനുവർത്തിക്കുന്ന ഒരു രീതി അതാണ്. മഴ തുടർച്ചയായി പെയ്യുന്ന സമയത്തായിരിക്കും രാസമാലിന്യം ഒഴുക്കി വിടുന്നത്. പെരിയാർ വെളുത്ത നിറത്തിൽ, അതായത് പാലിന്റെ കളർ നിറത്തിൽ ഒഴുകിയത് പോലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ലോകത്ത് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത്ര കണ്ട മലിനപ്പെട്ട ഒരു പുഴയാണിത്. അത്ര കണ്ട രാസമാലിന്യം ഒഴുക്കപ്പെട്ട ഒരിടമാണിത്. അപ്പോൾ അത് ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ പരിസ്ഥിതി പ്രവർത്തകർ നൽകിയതാണ്. അതിനനുസരിച്ചുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. അതുമാത്രവുമല്ല, അന്ന് റെഗുലേറ്റർ ബ്രിഡ്ജ് തുറക്കുന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് കൂടിയാലോചനകൾക്ക് ശേഷം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടായില്ല. അതിന്റെ ദുരന്തമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ മത്സ്യകർഷകർ അടക്കം അനുഭവിക്കേണ്ടി വന്നത്. 150ഓളം മത്സ്യകർഷകർ ഈ മേഖലയിലുണ്ട്. ലക്ഷക്കണക്കിന് രൂപയിലാണ് ഇവരുടെ നഷ്ടം നേരിട്ടത്. പലതും വളർച്ചയെത്തിയ ഡാനി, എത്രത്തോളം നഷ്ടം അത് കണക്കാക്കിയിട്ടുണ്ടോ? ഈ ഒരു കൂട്ടക്കുരുതി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി കിടക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. പക്ഷെ അപ്പോൾ പോലും അത് കൂടുതൽ നമ്മൾ കാണുന്നത് ഈ പെരിയാറിലെ ജലത്തെ ആശ്രയിച്ചുള്ള ഫാമുകളിലെ ദൃശ്യങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് ഈ പെരിയാറിലും ഒരുപാട് മത്സ്യങ്ങൾ ഇത്തരത്തിൽ ചത്തുപൊങ്ങാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഒരു നഷ്ടത്തിന്റെ കണക്ക് എത്രത്തോളം വ്യാപ്തി അത് ഒരു കണക്കാക്കിയിട്ടുണ്ടോ? എൽദോ, ഇതിൽ നഷ്ടത്തിന്റെ വ്യാപ്തി ഇതുവരെയും അത് പൂർണ്ണമായ തോതിലേക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യവുമല്ല. കാരണം ഇത് 150ഓളം മത്സ്യകർഷകർ ഈ മേഖലയിലുണ്ട്. അവരിൽ പലരുടെ മത്സ്യങ്ങളും പല രീതിയിൽ വളർച്ചയെത്തിയ പ്രായത്തിലുള്ളതാണ്. ഒരു കാളാഞ്ചി ഒരു വലിപ്പമെത്തിയ ഒരു കാളാഞ്ചി മത്സ്യത്തിന്റെ അതിന്റെ ഒരു വില എന്ന് പറയുന്നത് 800 രൂപയോളമാണ് കിലോ അതിന് വില വരുന്നത്. അതിനെ വാങ്ങിക്കുന്നത് ഏതാണ്ട് 60 രൂപയോളം ചെറിയ മത്സ്യത്തിന് വില കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒട്ടനവധി പേര് നിരവധിയായ ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. പല രീതിയിൽ വളർച്ചയെത്തിയ ആ പ്രായത്തിലാണ് 150ഓളം കർഷകർക്ക് അനവധിയായ കൂടുകൾ ഈ രീതിയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ കൃഷി ചെയ്ത് പോരുന്നുണ്ട്. ഈ പറവൂര, അതോടൊപ്പം തന്നെ വരാപ്പുഴ, കടമക്കുടി തുടങ്ങിയ മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ കാര്യമായ രീതിയിൽ കർഷകരുടെ ഒരു കൂട്ടായ്മ തന്നെ ഇതിനൊപ്പമുണ്ട്. ഇവരൊരു നഷ്ടം കണക്കാക്കി അവർ വരുന്നതേയുള്ളൂ. കാരണം എത്രത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു എന്നത്. അല്ലെങ്കിലും പലപ്പോഴും ഇത് നഷ്ടത്തിലേക്ക് കൃഷി ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു എന്നാണ് എൽദോ നേരത്തെ ചോദിച്ചതുപോലെ. അവരുടെ മത്സ്യക്കൂടുകളിൽ മാത്രമല്ല മത്സ്യമില്ലാതായത്, പെരിയാറ് പൂർണ്ണമായും തുടയ്ക്കപ്പെട്ടു എന്നതാണ്. ഈ ഭാഗത്തേക്ക് ഒഴുകുന്ന, അതായത് ഏലൂർ ഭാഗത്തേക്കെല്ലാം തന്നെ വരുന്ന ആ കൈവഴികൾ പൂർണ്ണമായും തന്നെ രാസമാലിന്യം അടിഞ്ഞ മത്സ്യങ്ങൾ ഒന്നും തന്നെ ഈ കൂടുകൾക്ക് പുറത്തും ഇല്ലാതായിരിക്കുന്നു. കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന ഒരു കാഴ്ച വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഇല്ലാതാവുന്നെങ്കിൽ ഇനി സമയമെടുക്കും. മഴ വളരെ ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ രാസമാലിന്യം ഒഴുകി ഇല്ലാതാവുന്ന അവസ്ഥ, ഇതിന്റെ അടിത്തട്ടിലേക്ക് ഇതെല്ലാം തന്നെ ചെല്ലും. എങ്കിൽ മാത്രമേ അവർക്ക് മത്സ്യകൃഷി തുടങ്ങാൻ കഴിയൂ. അപ്പോൾ ആ നഷ്ടവും കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം. അതൊരു അതിസൂക്ഷ്മമായിട്ടുള്ള സാഹചര്യം കൂടിയാണ് ഡാനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ആ പെരിയാറിലെ മത്സ്യക്കൂടുകളിൽ മാത്രമല്ല നഷ്ടം, പെരിയാറിന്റെ കൈത്തോടുകൾ, കൈവഴികളിലൂടെ മുഴുവൻ മലിനമാക്കിക്കൊണ്ടാണ് അവിടെ ആ രാസ വേസ്റ്റ് അത് പുറത്തുവിട്ടത് മത്സ്യസമ്പത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത്. ഡാനിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി